വാർത്തകൾ. കുറുവിലങ്ങാട് ചെങ്കുല വളവിൽ വീണ്ടും ചോര. ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഇരിട്ടി സ്വദേശി മരിച്ചു. 18 പേർക്ക് പരിക്ക്. അപകട. വളവിൽ ശാസ്ത്രീയമായ പരിഹാരം വേണം. നാട്ടുകാർ പ്രതിഷേധത്തിൽ. കുറുവിലങ്ങാട് എം.സി. റോഡിലെ അപകടക്കെണിയായ ചെങ്കുല വളവിൽ വീണ്ടും ദുരന്തം. തിങ്കളാഴ്ച പുലർച്ചെ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് കണ്ണൂർ ഇരിട്ടി സ്വദേശിനി സിന്ധു, 45, മരിച്ചു. 18 പേർക്ക് പരിക്കേറ്റു. ഈ വളവിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ വലിയ അപകടമാണിത്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ ഇരിട്ടിയിലേക്ക് പോയ ടൂറിസ്റ്റ് ബസാണ് പുലർച്ചെ 2 മണിയോടെ ചെങ്കുല പള്ളിക്ക് സമീപമുള്ള വളവിൽ അപകടത്തിൽപ്പെട്ടത്. ബസിൽ 49 ഓളം പേരാണ് ഉണ്ടായിരുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നോ അതോ ഡ്രൈവർക്ക് ഉറക്കം വന്നതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഈ വളവിന്റെ രൂപകൽപ്പന തന്നെയാണ് ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ദുരന്തത്തിന്റെ കാരണം വളവ് തന്നെ. സ്ഥലവാസികൾ ചെങ്കുല വളവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഭാഗം റോഡിൽ നിന്ന് പെട്ടെന്ന് തിരിയുന്നതും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഇല്ലാത്തതുമാണ്. ഇരുട്ടിന്റെ മറവിൽ എത്തുന്ന വാഹനങ്ങൾ ഇവിടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടക്കാറുണ്ട്. എത്രയോ തവണ ഞങ്ങൾ അധികൃതരോട് ആവശ്യപ്പെട്ടതാണ് ഈ വളവിൽ ശാസ്ത്രീയമായ പരിഷ്കാരം വരുത്തണമെന്ന് സമീപവാസി ജോസഫ് പറഞ്ഞു. പരിക്കേറ്റവർ ചികിത്സയിൽ. അപകടത്തിൽ മരിച്ച സിന്ധു ബസ് മറിഞ്ഞു വീണ ഭാഗത്താണ് യാത്ര ചെയ്തിരുന്നത്. പരിക്കേറ്റ 18 പേരെ മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം എം.സി. റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അടിയന്തിരമായി വളവിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ന്യൂസ് സിറ്റി തിരുവനന്തപുരം.